ആശ്രയിച്ചാൽ കരുതലുണ്ട്, ആരാധിച്ചാൽ വിടുതലുണ്ട്. ആശ്രയിച്ചാൽ കരുതലുണ്ട്, വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്ക് 2 ദിവസമായിട്ട് കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് നല്ല എനിക്കൊരു എനർജി കിട്ടി. പരിശുദ്ധാത്മാവും സ്ത്രീകന്മാരും മാതാക്കന്മാരോട് വന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ഒരു വെള്ളി പ്രകാശമാണ് എൻ്റെ തലയ്ക്ക് മീതെ നിന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ കഴുത്തിന് നല്ല സൗഖ്യം കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ധ്യാനത്തിന് വന്നപ്പോൾ ഈ ഇടസൈഡിൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു. അത് ഇന്നലെ ചോദിച്ചപ്പോൾ എനിക്കത് അടിച്ചു മാറിയില്ല. പക്ഷെ ഇന്ന് ഇങ്ങനെ പൂർണ്ണമായിട്ട് മാറി. എനിക്ക് താഴെയും ഇരിക്കാനോ ചമ്മനെ കൂട്ടിട്ടിരിക്കാനോ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ ചമ്മനെ കൂട്ടിട്ടിരുന്നു. എന്നിട്ട് ഈശോനെ വിളിക്കുമ്പോൾ 4 സൈഡിലും പ്രകാശം തന്നെ, യെല്ലോ കളറുള്ള പ്രകാശം വന്നു. മാതാവിനെ വിളിക്കുമ്പോൾ നീലമേലങ്കിയിൽ പൊതിഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. സുഖപ്പെട്ട് മാതാവ് നീലമേലകൾ പൊതിഞ്ഞു. ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുമ്പോൾ ഞാൻ കാല് പോലെ നിൽക്കില്ല. ഒരു കാല് പോലെ ചപ്പല് വീഴും. പക്ഷേ ഇന്നിപ്പോൾ എനിക്കിങ്ങനെ നടക്കാനുള്ള ആദ്യം എടുത്ത് വയ്ക്കാനും വെരിക്കോസിൻ്റെ പ്രശ്നം കാരണം ഭയങ്കര കഴപ്പൊക്കെ ഉള്ളതാണ് 2 കാലിലും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓടി നടക്കാം. ചേച്ചി ഓടി നടന്നേ, ഓടി നടന്നേ, ഓടി പോയിട്ട് വന്നേ. ഓടിക്കോ, 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 ഓടിക്കോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈശ്വരൻ്റെ അവിടെ വരെ, പുരുഷൻ്റെ അവിടെ വരെ, പോയിട്ട് ഓടി വാ. വീട്ടിലാട്ടോ, ഓടിപ്പോയിട്ട് വരെ, ഓടിപ്പോയിട്ട് വരെ, ഓടിപ്പോയിട്ട് വരെ. 4 ചുവട് വീടിന് 4 ചുവട് വെച്ച വീടിനെ ആളാണ് നീ ഓടി നടക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ആദ്യം ഇങ്ങനെ കണ്ടെച്ച് പാടിയപ്പോൾ ഇങ്ങനെയൊക്കെ ആദ്യം വെച്ചു. പിന്നീട് ഞാനിങ്ങനെ ഇങ്ങനെ മാത്രമാണ് എനിക്ക് വെക്കാൻ സാധിച്ചത്. കാരണം എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നിയത് എൻ്റെ മുമ്പിൽ ഏതോ ഒരു മഞ്ഞ തുണി കൊണ്ടുള്ള ഒരു തൊട്ടിലാണ്. ആ തൊട്ടിൽ വെച്ച് എന്നെ ഇങ്ങനെ മാറ്റുന്നത് പോലെ തോന്നി. എനിക്ക് ഈ ആക്ഷനിൽ നിന്നും മാറാൻ പറ്റിയില്ല. അത്ഭുതകരമായ ആന്തരിക ഉച്ചയുടെ ഒരു പ്രകാശം, ഭയങ്കരമായിട്ടൊരു പ്രകാശം കിട്ടിയത്. ഞാൻ ഒത്തിരി ദർശനം ആഗ്രഹിച്ച ഒരാളാണ്. സഹോദരന്മാരൊക്കെ വന്ന് പറയുമ്പോൾ ഞാനും ആഗ്രഹിച്ച് എനിക്കൊന്ന് പറയാൻ പറ്റണേ. നല്ല പ്രകാശം. ഞാനപ്പോൾ കണ്ണ് വന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അന്ധകാരം പോലെ കാണുന്നത്. അതിനിടയ്ക്ക് എനിക്ക് നല്ലൊരു പ്രകാശം, സൂര്യൻ ഇരിക്കുന്ന സ്തുതിപ്പിന്റെ സമയത്ത് സ്തുതിപ്പിന് ശകല നോവായിട്ട് എൻ്റെ കൈ ഇവിടെ പൊട്ടിപ്പോകുന്ന പോലെയായിരുന്നു. ഭയങ്കരമായിട്ട് വേദന, കുത്തിപ്പറിക്കുന്ന പോലെ വേദന. അത് കഴിഞ്ഞ് ഈ സ്തുതിപ്പിത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം മാറി. കണ്ണടച്ചിരുന്നപ്പോൾ എനിക്ക് അതിരുട്ട് പോലെ തോന്നി. പിന്നെ അത്രയും നല്ല പച്ച പ്രകാശം, മഴവില്ല് പോലെ അവിടെ ലൈറ്റ് കത്തും പോലെ തോന്നി. ഇനി ഭയങ്കര പച്ച പ്രകാശം ഒരേ കണക്ക് അടിച്ചുകൊണ്ടേയിരുന്നു. ലൈറ്റ് അവിടെ കത്തും പോലെ അവിടെ നല്ല പ്രകാശമായിരുന്നു എനിക്ക് കിട്ടിയത്. ഭയങ്കരമായിട്ട് ആദ്യം ഇരുട്ട് തോന്നി. പിന്നീട് ആ പച്ച പ്രകാശം നല്ലപോലെ ലൈറ്റ് പച്ച പോലെ അടിക്കാതെ അവിടെ നക്ഷത്രത്തിന്റെ തിളക്കവും എനിക്ക് നല്ലതുപോലെ കണ്ടുകൊണ്ടേയിരുന്നു. ദൈവിക ശ്രവണം നൽകുന്ന മാതാവാണ് ഈ പച്ച പ്രകാശം കൊടുത്തത്. നന്ദി പറഞ്ഞേ ഈശോയെ, നന്ദി പറഞ്ഞാലും നന്ദി. നല്ലൊരു ചൂടാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ എങ്ങനെ അവിടെ എത്തിയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് കൂടാകൂടി
വിശുദ്ധ മിഖായേലിനെ കാണാൻ പറ്റി, മിഖായേലിന്റെ സ്ഥാനത്തിൽ അനുഭവപ്പെടാൻ പറ്റി. നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൈയടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മാലാഖ വന്ന് എൻ്റെ നേരെ വന്നു. മാലാഖ എൻ്റെ നേരെ വന്നിട്ട് കൈയടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അത് ശക്തമായിട്ട് ആ മാലാഖയോടൊപ്പം കൈയടിച്ച് സൂക്ഷിച്ചുകൊണ്ടിരുന്നു. മാലാഖ വന്ന് കൈയടിച്ചു മോളെ പറഞ്ഞു. മാലാഖ വന്ന് കൈയടിക്കാൻ പറഞ്ഞപ്പോൾ കൈയടിച്ചു. ആ നമ്മൾ മാലാഖ പറയുന്ന പോലെ കൈയടിച്ചിട്ടിരുന്നു. നന്ദി സ്വന്തം. ഞാൻ ഒരുപാട് ധ്യാനം കൊടുത്തിട്ടുണ്ട് ഇടിയമ്മിൻ്റെ. അപ്പോൾ ഇന്ന് ഞാൻ സൂചിച്ചപ്പോഴത്തേക്ക് ഒരുപാട് കളറുകൾ കണ്ട് എനിക്ക് അതുപോലെ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യും കാലൊന്നും നിൽക്കത്തില്ലായിരുന്നു. അയാളുടെ മുണ്ടിക്കൊണ്ട് തള്ളിക്കൊണ്ട് പോകണം, ശരീരത്തിലെല്ലാം ചൂട് കയറി തളർന്നു പോകണം. ഒരുപാട് കളറുകൾ കണ്ടു, ഒത്തിരി മാലാഖമാരെ കണ്ടു. എനിക്കിവിടെ വന്നപ്പോൾ വലത്ത് കാലം ഇങ്ങനെ അധികം നേരം നിൽക്കാനൊന്നും പോലും കാല് ഭയങ്കര കഴിച്ചിറങ്ങി നടക്കുന്നത്. പക്ഷേ എനിക്കിവിടെ വന്ന സമയത്ത് വലത്ത് കാല് ഭയങ്കരമായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ലായിരുന്നു. കാലിൻ്റെ ഇവിടെ അരയുടെ ഇവിടെ തൊട്ട് കാലിങ്ങനെ ഭയങ്കരമായിട്ട് കഴിച്ചു പോകുന്നതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഇപ്പം അനീച്ച് ഇപ്പം ഈ മലകളുടെ പാട്ടൊക്കെ ഇട്ടതിന് പഠിച്ചതിന് ശേഷം ഇപ്പം ആ കാലിൻ്റെ വേദന കാലിൻ്റെ വേദനയുണ്ടോ? അവൾക്ക് രോഗശാന്തി കൊടുത്തു. മാലാഖ വന്ന് രോഗശാന്തി. എനിക്ക് ശരീരത്തിൽ എനിക്കൊന്നും ചെയ്യത്തില്ലാത്ത പോലെ അങ്ങോട്ട് വിറച്ച് ഭയങ്കരമായിട്ട് പല ഭാഷകളിൽ ഇങ്ങോട്ട് വരിക. കുറേ നേരത്തേക്ക് എനിക്ക് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് തൈറോയിഡ് ഉണ്ട്, ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സൗകര്യമുണ്ടോ? ദൈവത്തിന് നന്ദി, സ്തോത്രം. എൻ്റെ കൈ രണ്ടിനും ഒരു കരണ്ടടിക്കുന്ന പോലെയായിരുന്നു. എനിക്ക് ഒരു കൈ മുന്നോട്ട് കുത്താൻ പോലായിരുന്നു. ഇപ്പോൾ എനിക്ക് സാഹചര്യത്തോടെ ഭയങ്കര വേദനയായിരുന്നു. അത് എനിക്ക് മാറ്റി. ദൈവത്തിന് നന്ദി. ഭയങ്കര ഒരു ഭാരത്തോടെ കാര്യത്തോടെ അത് കർത്താവ് നീക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര ഭാരമില്ലാതെ വീണ പോലെ തോന്നി. ബിജെപി ഷുഗറായിട്ട് 10 വർഷത്തോളമായി വിചാരിക്കാൻ ആ സുഖിപ്പിന്റെ സമയത്ത് നല്ലപോലെ പരിശുദ്ധാത്മാവും അമ്മയുടെ മേലും പരിശുദ്ധ സ്ത്രീകന്മാരുടെ മേലും അതുപോലെ ഒരു വെള്ളി വെളിച്ചം എന്നിൽ വന്ന് നിറയുമായിരുന്നു. എനിക്കൊരു ഭയങ്കര ചൂടല്ല അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞു. എനിക്ക് കുളിര് കോരി ഭയങ്കരമായിട്ട് എനിക്ക് സ്തുതിക്കാൻ ഭാഷത്തെ സ്തുതിക്കാനുള്ള കൃപയാനുഭവം. പരിശുദ്ധാത്മാവും അമ്മയും അമ്മേനോട്ടെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കുമ്പസാരിക്കുന്നതിന് മുമ്പാണ് ഇവിടെ അറിയുന്നത്. കുമ്പസാരിക്കുന്നത് പാവം ഏറ്റു പറയുന്ന തീരുമാനം എടുക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ കഴിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സ്വർഗത്തിലെ കഴിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഒന്ന് നമുക്ക് വിജയ സമയത്ത് അതാണ് സ്വർഗം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നടത്തിയായിരുന്നു. പ്രാവുകളെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അൽത്താറോടെ പറഞ്ഞു കാണാൻ സാധിച്ചു. അടുത്ത